നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കാൻ ഇനി സമയമില്ല എന്ന ചിന്തയിൽ ഇനി ഇതാ ഏറ്റവും നല്ല കർമ്മങ്ങൾ എടുത്ത് മുന്നേറണം, ഇനി ഒരു നഷ്ടം സഹിക്കാൻ ഇനി പറ്റില്ല. അതുകൊണ്ട് ഓരോരോ വിഷയങ്ങളിലും ഹബീബിനോട് സ്വഹാബിമാർ ഏറ്റവും നല്ലതേതാ നബിയേ, ഏറ്റവും നല്ലതേതാണ്. അങ്ങനെ കുറച്ച് ഹദീസുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ ഓരോന്നിലും നമുക്ക് ജീവിതത്തിലേക്ക് എടുക്കാൻ പറ്റുന്നതൊക്കെ എടുക്കുക കേട്ടോ. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ റവാ ജാബിർ റളിയല്ലാഹു അൻഹു, ഉഹദിലെ ഷഹീദായ നേരത്തെ പറഞ്ഞ സുഹാബി അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ഹറാം എന്നവരുടെ മോൻ ജാബിർ തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്. സുഇല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബിയോട് ചോദിക്കപ്പെട്ടു, അയ്യു സ്വലാത്തി അഫ്ളലു, നബിയേ ഏത് നിസ്കാരമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്? നമ്മൾ സുന്നത്ത് ഫർള് നിസ്കാരത്തെ സംബന്ധിച്ച് പറയേണ്ടതില്ല. സുന്നത്ത് നിസ്കാരങ്ങൾ ഫർളിൽ ഏറ്റവും നല്ല ഫർള് ഏതാ? സുന്നത്തിൽ ഏറ്റവും നല്ല സുന്നത്ത് ഏതാ? ഖാല തൂലുൽ ഖുനൂത്ത്. ഖുനൂത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ അള്ളാഹുവിനെ പേടിച്ച് നിൽക്കുന്ന നൃത്തമാണ് തൂലുൽ ഖുനൂത്ത്. അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദീർഘമായ ഖുർആൻ ഓതുന്ന റക്അത്തുകൾ ഏതാണോ, ദീർഘമായ നിസ്കാരങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മനസ്സാന്നിധ്യം വേണം. ഇമാം അങ്ങനെ ഓതുന്നുണ്ട്, ഇപ്പുറത്തെ മഅ്മൂം എവിടേക്കോ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊരു കാര്യമില്ല. ഇമാമിന് കിട്ടും, ഇമാമിൻ്റെ ഖുശൂ ഉണ്ടെങ്കിൽ, മഅ്മൂമിന് ഒന്നും കിട്ടൂല. വെറുതെ അങ്ങനെ ഒരു രസത്തിന് അങ്ങനെ ആയിപ്പോണ്ട. ചിലർ റമളാൻ മാസമൊക്കെ വരുമ്പോൾ ചിലർ ഡയലോഗ് അതാ പറയല്, നിങ്ങൾ ഈ അലന്തര കൈഫൊക്കെ ഓതിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് നിസ്കരിക്കാൻ കാട്ടും നല്ലത്. ഞങ്ങളിപ്പോൾ 4-8 റക്അത്ത് ഞങ്ങൾ എന്ത് ചെയ്യും, വളരെ ദീർഘിച്ച് നല്ല ഒരു അരമണിക്കൂറിലൊക്കെ നിസ്കരിക്കണില്ലേ, നിങ്ങൾ 10 മിനിറ്റ് തീർക്കണില്ലേ, അതിനേക്കാളും നല്ലത് തന്നെയല്ലേ. ന്യായങ്ങൾ പറയുമ്പോൾ അതൊരു നല്ല ന്യായം എന്ന് തോന്നുമെങ്കിലും ഫഅന്നി അലാ ദാലിക ബികസറത്തി സുജൂദ്, 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളുടെയും അഭിപ്രായം തറാവിഹി 20 ആണെന്ന്. അതിൽ ഒരുപാട് സുജൂദുകൾ വർദ്ധിക്കുന്നുണ്ട്. പിന്നെ മുറിച്ച് കുറച്ച് ആയത്തുകൾ ഓതുന്നതിനേക്കാളും അഫ്ളല് നമ്മുടെ ഇമാമിങ്ങൾ പഠിപ്പിച്ചത് പൂർണ്ണമായ സൂറത്ത് ഓതൽ. ചെറിയ സൂറത്താണെങ്കിലും ഇത് പറയണത് ചെറിയ സൂറത്ത് മാത്രം ഓതിപ്പോണം എന്നല്ല പറയണത്, അത് ഓതുന്നതിനെ ചെറുതായി കാണരുത്. അൽബക്കറിൽ 10 ആയത്ത് ഓതി ഇഷാൻസ്കരിക്കാട്ടും ഖൈറും അതിനേക്കാളും പ്രതിഫലവും ഏതെങ്കിലും ചെറിയ സൂറത്ത് മുഴുവൻ ഓതിയിട്ട് പോകല. ഖുൽ ഹുവല്ലാഹു അഹദാണ്, ഇന്ന അഅ്തൈനാക്കൽ കൗസറാണ്, അതിന് മഹത്വമുണ്ട്. അപ്പോൾ ഞങ്ങൾ ദീർഘമായി നിൽക്കുന്നു, നിങ്ങൾ പെട്ടെന്ന് തീർക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ കസറത്തു സുജൂദ് എന്ന് പറയുന്നൊരു ഭാഗം 20 സുജൂദുകളുടെ എണ്ണം കൂടുതലാണ്. അത് ഇമാമിയങ്ങൾ പഠിപ്പിച്ച അവരുടെ മദ്ഹബും അവർ കണ്ടെത്തിയ ഹദീസിൻ്റെ മസ്അലയും അങ്ങനെയാണ്. അതിനൊന്നും ഓവർടേക്ക് ചെയ്യാൻ മാത്രമൊന്നും ഒരു ശുജായിപ്പ് ആയിട്ടില്ല. ഇമാം ഷാഫി തങ്ങളെയൊക്കെ മറികടന്നിട്ട് ഇമാം ഷാഫി തങ്ങൾ കിട്ടാത്ത ഹദീസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മാ കാന റസൂലുള്ളാഹി യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അ ഒന്നും പറയേണ്ടതൊക്കെ ഇമാമിങ്ങൾ ചർച്ച ചെയ്ത ഹദീസാണ്. അതിനർത്ഥവും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കാൻ ഇടയുള്ളത് എന്നും ഒക്കെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടാണ് ഇത് 20 എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ 20ൻ്റെ കൂലിയാണ്. കാരണം അത് ഒരുപാട് മിനിമം 20 റക്അത്തിൽ 40 സുജൂദ് കിട്ടൂലേ. കഅബ് ബിൻ മാലിക് റബീഅത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞ മറുപടി ഫഅന്നി അലാ ദാലിക ബികസറത്തി സുജൂദ്. നബി തങ്ങളുടെ കൂടെ സ്വർഗത്തിലിരിക്കാൻ ആഗ്രഹമുണ്ട് നബിയെ എന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകളോട് നബി തങ്ങൾ പറഞ്ഞ എന്താ, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം ഇതിൽ എന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഇതേ 20 റക്അത്ത് നമ്മൾ തറാവീഹ് നിസ്കരിക്കാൻ, അത് ദീർഘമായ സൂറത്തുകൾ ഓതിയിട്ട് ഒരുപാട് നേരം അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കാൻ, അത് ഏറ്റവും അഫ്ളലാണ്. അതുകൊണ്ട് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് തൂലുൽ ഖുനൂത്ത്. അത് ഖുനൂത്ത് കുറേ ഓതുക എന്നല്ല ഇതിനർത്ഥം കേട്ടോ. നിസ്കാരത്തിൻ്റെ ഖുശൂ വർദ്ധിക്കുന്ന നിസ്കാരം, ദീർഘനേരം അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് നിസ്കരിക്കുന്നത്. അന്ന് അടിമകളുള്ള കാലം. അപ്പോൾ അബൂദർ റളിയല്ലാഹുവിൻ്റെ പൈസക്കാരനാണ്. മഹാനവറുകൾ ചോദിച്ചു, നബിയെ അടിമകളെ മോചിപ്പിക്കുമ്പോൾ അയ്യുർ റിഖാബി അഫ്ളലു, നബിയെ അടിമകളിൽ ഏറ്റവും നല്ല അടിമ ഏതാണ്, അഫ്ളലായത് ഏതാണ്? അഗ്ലാഹാ സമനൻ വഅൻഫസുഹാ ഇൻദ അഹ്ലിഹാ, ഏറ്റവും നല്ല വിലയുള്ളത്, നല്ല വിലപിടിപ്പുള്ളത്. ഉദുഹിയ്യത്തിന് കന്നുകാലികളെ നോക്കുമ്പോൾ നല്ല ചന്തമുള്ള, ഭംഗിയുള്ള, ആരോഗ്യമുള്ള, നല്ല വിലയുള്ളത്, അതിന് കൂലി വേറെയാണ്. പെരുന്നാൾ നിസ്കാരത്തിന് വരുമ്പോഴേ നമ്മുടെ വസ്ത്രങ്ങളിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടതെന്നാണ് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ വസ്ത്രങ്ങളിൽ വിലപിടിപ്പുള്ള വസ്ത്രം.
അപ്പോൾ അവിടെ വെള്ളവസ്ത്ര നബിക്ക് ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾക്ക് വിലപിടിപ്പുള്ളത് അതിലും വേറെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോൾ അതാണ് കൂലി എന്നാണ്. സുബ്ഹാൻ. ഇനി വൈറ്റ് തന്നെ നല്ല വിലപിടിപ്പുള്ളതെങ്കിൽ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് നിഅമ വദാക്. ഓരോന്നിനും ഓരോ ശ്രേഷ്ഠതകളുണ്ട്. സ്വതക്കയെ സംബന്ധിച്ച് ചോദിച്ചു അബൂബക്കർ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഖാല റജുലുൻ ലിന്നബി, പുണ്യനബിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, അയ്യു സ്വദഖതി അഫ്ളലു, ദാനധർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? അപ്പോൾ പറഞ്ഞു, അൻത തസദ്ദഖ വഅൻത സ്വഹീഹുൻ ശഹീഹുൻ തർജുൽ ഗിന വതഖ്ശൽ ഫഖർ. നിങ്ങൾ ദാനധർമ്മം ചെയ്യുമ്പോഴേ ആരോഗ്യമുള്ള ഒരു പ്രായം നിങ്ങൾക്കുണ്ടാകുമ്പോൾ, ഷഹീഹുൻ, കയ്യിലെ പൈസ കൊടുത്താൽ തീരുമോ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, വീട് വെച്ചിട്ടില്ല, ഒരുപാട് ആവശ്യങ്ങൾ മുമ്പിലുണ്ട്, ആരോഗ്യമുണ്ട്, ഇനിയും ജീവിതമുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന അവസ്ഥ, അതിന് ആരോഗ്യമുള്ളതെന്ന് പറയാൻ കാരണം. ഷഹീഹുൻ, ക്യാൻസറായിട്ട് പിടിച്ച് കിടക്കല്ല, ഐസിയുവിൽ കിടക്കല്ല, ഒരു പക്ഷേ എനിക്ക് ആയുസ്സുള്ള കുറച്ചിട്ടുണ്ടെങ്കിലും അറിയില്ലല്ലോ. നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, കയ്യിലെ കാശുകൊണ്ട് ദീനിനോ മുതഅല്ലിമീങ്ങൾക്കോ മസ്ജിദിനോ മദ്രസക്കോ കൊടുത്താൽ തീർന്നു പോകുമല്ലോ എന്ന് നിങ്ങൾ പിശുക്ക് കാണിക്കുന്നൊരു സമയം. തർജുൽ ഗിനാ, കയ്യിൽ കാശുണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാലം. വതഖ്ശൽ ഫഖറ, കയ്യിന്നത് പോയാൽ ദാരിദ്ര്യം വരുമല്ലോ എന്ന് നിങ്ങൾ പേടിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ദാനമാണ് ദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ഇങ്ങനെ ആകെ കുറച്ച് പൈസയുള്ളൂ, സക്കറാത്തൊക്കെ എത്തിയിട്ടൊന്നുമില്ല, ഇനിയും ഒരുപാട് കാലം ജീവിക്കണം, ആഗ്രഹമുണ്ട്, കഴിയുന്നൊക്കെ തോന്നുന്നുണ്ട്, വയസ്സ് കുറച്ചല്ലേ ആയുള്ളൂ, എന്നാൽ കയ്യിൽ കാശ് കുറവാണ്, പിശുക്കാൻ തോന്നുന്നുണ്ട്, പൈസ ഇനിയും വേണമെന്ന ആഗ്രഹമുണ്ട്, കൊടുത്താൽ ദാരിദ്ര്യം വരുമോ എന്ന് പേടിക്കുന്നു. അതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്നതിന് അള്ളാഹു വലിയ പ്രതിഫലം നൽകും. അതുകൊണ്ടാണ് സബഖ ദിർഹമുൻ അൽഫ ദിർഹമിൻ, ഒരു ദിർഹമിന് 1000 ദിർഹം കൊടുത്തതിനേക്കാളും അള്ളാഹ് കൂലി കൊടുക്കും. 1000 ദിർഹം കൊടുത്ത ആള് 10,000 കണക്കിൽ നിന്നായിരിക്കും 1000 കൊടുത്തിട്ടുണ്ടാവുക. ഒരു ദിർഹം കൊടുത്ത ആള് 2 ദിർഹം ഉണ്ടായിരിക്കെ അതിൽ നിന്ന് ഒന്നാണ് കൊടുത്തത്. അതുകൊണ്ട് അള്ളാഹു 1000 ദിർഹമിൻ്റെ മുമ്പിലാണ് ഈ മനുഷ്യന്റെ ഒരു ദിർഹമിനെ കൊണ്ടുപോയി വെച്ചത്. അല്ലാഹുൽ മുഖദ്ദിമു വൽ മുഅഖിർ, അല്ലാഹുവാണ് നന്മകളെ മുന്തിക്കുന്നവനും പിന്തിക്കുന്നവനും. അതുകൊണ്ട് നന്മകളിൽ ഏറ്റവും നല്ല നന്മ, സ്വതക്കകളിൽ ഏറ്റവും നല്ല സ്വതക്ക, സാമ്പത്തിക പ്രയാസമുണ്ടാകുമ്പോൾ, ആരോഗ്യമുള്ള സമയം, മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മക്കളെ കെട്ടിക്കാനുണ്ട്, അതുണ്ട് ഇതുണ്ട് ഒക്കെ ഉണ്ട്, എന്നിട്ട് നമ്മൾ എടുത്തു കൊടുക്കുന്നതാണ്. അങ്ങനെ പോയി ബക്കറ്റ് വീര് വന്നപ്പോൾ ആരെയും കൊടുത്തോ? അങ്ങനത്തെ അവസ്ഥ ഒന്നും ഇല്ലെങ്കിൽ അഫ്ളലായ സ്വതക്കൻ്റെ കൂലി കിട്ടും. അഫ്ളലായ സ്വതക്കൻ്റെ കൂലി അത് ചിലപ്പോൾ കുറച്ച് ആളുകൾക്ക് അതിന് ഈ സദസ്സിൽ ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവും. എൻ്റെ അടുത്ത് ഒന്നുമില്ല റബ്ബേ, എന്നാലിപ്പോൾ ഈ മുച്ചാലിമ്യങ്ങൾ ദീൻ്റെ പരിപാടിയല്ലേ, എനിക്കൊന്നും ഇപ്പോൾ എപ്പോഴും ഇവിടെ ഒന്നും കൊടുക്കാനൊന്നും കഴിയില്ലല്ലോ, ഇങ്ങനെ വരുമ്പോഴല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ആലോചിച്ച് കൊടുത്താൽ മാഷാ അല്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, വലാ തമഹൽ വലാ തുംഹിൽ, വെറുതെ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകല്ലേ. ഹത്താ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, ആയുസ് അല്ലാഹു ചുരുക്കുകയും റൂഹ് തൊണ്ടക്കുഴയിൽ വന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ ഖുൽത, നിങ്ങൾ പറയും, ലിഫുലാനിൻ കദാ, പള്ളിക്കിത്ര, വലിഫുലാനിൻ കദാ, അമ്മായിക്കിത്ര കൊടുക്കിൻ, മൂത്താപ്പാക്കിത്ര. വഖദ് കാന ലിഫുലാനിൻ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ പിന്നെ അല്ലാഹ് സ്വതക്ക സ്വീകരിക്കുന്നില്ല. നിങ്ങളുടെ സമ്പത്ത് പിന്നെ മറ്റൊരാളുടേതായി മാറിക്കഴിഞ്ഞു, അത് പിന്നെ നിങ്ങളുടേതല്ല, നിങ്ങളുടെ അനന്തരാവകാശികളുടേതാണ്. എന്നിട്ട് പിന്നെ അവിടെ കൊടുക്കി ഇവിടെ കൊടുക്കി, അങ്ങനെ കാത്തിരിക്കേണ്ട, നേരത്തെ ചെയ്തോളൂ, അവസരം നഷ്ടപ്പെടുമോ എന്നറിയില്ല. ഇസ്ലാമാണ് ഇങ്ങനെ പറയാ. എങ്ങനെ? ബാക്കി എല്ലാ ഇസങ്ങളും നിങ്ങൾ BBA പഠിക്കുന്നുണ്ടാവും, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, നിങ്ങൾ BCom പഠിക്കുന്നുണ്ടാവും, MCom പഠിക്കുന്നുണ്ടാവും, ഇതൊക്കെ എക്കണോമിക്സ് പഠിക്കുന്നുണ്ടാവും. എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്നാണ് പഠിപ്പിക്കുക മെയിനായിട്ട്. ഇത് ചിലവാക്കൽ എങ്ങനെയാണെന്ന് അവർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അതവർ പറയൂല. ഇസ്ലാം ദീൻ പറയും, ഈ സമ്പത്ത് അല്ലാഹ് തന്നതാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നമ്മൾ കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. ഇത് അല്ലാഹ് എനിക്ക് തന്നതാണ് എന്ന് തോന്നുന്നത് ഒരു മുഅ്മിനിനെ തോന്നുള്ളൂ.
അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ഇങ്ങനെ ദാനം ചെയ്യുന്നത്. നമ്മുടെ പള്ളി മദ്രസൊക്കെ വാസികളുടെയും ഒക്കെ നിഅമത്തിന്റെ ഭാഗമാണ്. ദിക്റിനെ സംബന്ധിച്ച് നബിയോട് ചോദിച്ചു അബൂദർ റളിയല്ലാഹു അൻഹു, അയ്യുൽ കലാമി അഫ്ളലു നബിയേ, അല്ലാഹുവിന് വേണ്ടി ചൊല്ലുന്ന വചനങ്ങളിൽ ഏറ്റവും നല്ല ദിക്ർ എന്താണ് നബിയേ? മസ്തഫല്ലാഹു ലിമലായികതിഹി വലിഇബാദിഹി, അള്ളാഹുവിൻ്റെ പടപ്പുകൾക്കും അള്ളാഹുവിൻ്റെ മലക്കുകൾക്കും അള്ളാഹു തെരഞ്ഞെടുത്തു കൊടുത്ത ഒരു ദിക്റുണ്ട്. അതുതന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം എന്നവർ ഉദ്ധരിച്ച ഹദീസാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അതൊരു ദിക്റാണ്. പിന്നെ സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് അങ്ങനെയുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അല്ലാഹുവേ ഒരു ന്യൂനതയും ഒരു കുറവുമില്ലാത്തവനല്ലയോ റബ്ബേ ഞങ്ങളുടെ രക്ഷിതാവായ നീ. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾക്ക് ഉറക്കം വരും റബ്ബേ, നിനക്ക് ഉറക്കമില്ല. ഞങ്ങൾക്ക് ക്ഷീണം വരും റബ്ബേ, നിനക്ക് ക്ഷീണം ബാധിക്കൂല. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം, ഉറക്കമോ തൂങ്ങിയുറക്കമോ അല്ലാഹുവിനെ ബാധിക്കൂല. നോ സ്ലീപ്പ് നോ സ്ലംബർ വിൽ ഓവർടേക്ക് ഹിം. അള്ളാഹുവിന് തൂങ്ങിയുറക്കം വരൂല, ഉറക്കം വരൂല. യാ അല്ലാഹ് സുബ്ഹാനക, നീ പരിശുദ്ധനാണ് റബ്ബേ. ഞങ്ങൾക്ക് അസുഖം വരും, നീരിറക്കം പിടിക്കും, ജലദോഷം വരും, പനി വരും, അസുഖങ്ങൾ വരും റബ്ബേ, നിനക്കത് വരുന്നില്ലല്ലോ റബ്ബേ, നീക്ക് ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് പ്രായാധിക്യം വരും, ക്ഷീണം വരും, തളർച്ച വരും, മരണം വരെ സംഭവിക്കും. സുബ്ഹാനല്ലാഹ്, എൻ്റെ റബ്ബിന് മരണമില്ലല്ലോ. ഇതൊക്കെയാണ് ഈ സുബ്ഹാനല്ലാഹ് പറയുന്ന അർത്ഥം. നീ പരിശുദ്ധനാണ് റബ്ബേ, ഞങ്ങൾക്ക് ന്യൂനതകളുണ്ട്, നിനക്ക് ന്യൂനതയില്ല റബ്ബേ. റുക്കൂയിൽ പോകുമ്പോൾ എന്താ പറയാ? സുബ്ഹാന റബ്ബിയൽ അദീം. സുജൂദക്ക് പോകുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അഅല. നമ്മൾ എവിടൊക്കെ താന്നൊടുക്കുന്നുണ്ടോ അവിടൊക്കെ നമ്മൾ സുബ്ഹാനല്ലാഹ് പറയും. അല്ലാഹുവേ നിനക്ക് ഈ താഴ്ചയൊന്നുമില്ല റബ്ബേ, ഞങ്ങൾ താന്നിട്ടാണ്, നീ പരിശുദ്ധനാണ്. ഇനി നമ്മളെങ്ങാനും മേലോട്ട് വല്ല കുന്നും കയറുകയാണെങ്കിൽ അവിടെ പറയേണ്ടത് അല്ലാഹു അക്ബർ എന്നാണ്. ഇപ്പോൾ ബസ്സോ കാറോ കുന്ന് കയറി ഇങ്ങനെ മേലോട്ട് പോവുക, അപ്പോൾ അല്ലാഹു അക്ബർ ചെല്ല സുന്നത്താ. ലലിതാഫങ്ങൾ ചെല്ലല്ലേ? ബൈക്കേറ്റ് ഇങ്ങനെ മേലോട്ട് കുത്തനെ കയറ്റൊക്കെ ഉണ്ടാവില്ലേ? ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യും മേലോട്ട് പൊന്തുമ്പോൾ, അപ്പോൾ അല്ലാഹു അക്ബർ. നമ്മുടെ അറബ് നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഫ്ലൈറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ ദിക്റൊക്കെ പറഞ്ഞു തരും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എന്നിട്ട് സുബ്ഹാനല്ലദീ സഖ്ഖലനാ അല. സൗദി ഫ്ലൈറ്റൊക്കെ ആണെങ്കിൽ പൈലറ്റുമാർ തവക്കൽനാ അലല്ലാഹ് എന്ന് ഒരു വല്ലാത്ത റാഹത്താണ് ഇത് കേൾക്കുമ്പോൾ. തവക്കൽനാ അലല്ലാഹ് ഇത് പറഞ്ഞിട്ട് അവർ ടേക്ക് ഓഫ് ചെയ്യുക. അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കി പൊന്തു കേട്ടോ. അപ്പോൾ ഈ പൊങ്ങുമ്പോൾ നമ്മളെന്താ പറയേണ്ടത്? അല്ലാഹു അക്ബർ. എന്താ അതിൻ്റെ പൊരുളെന്നറിയോ? പടച്ചോനെ ഞങ്ങളിപ്പോൾ പൊന്താണ്, പക്ഷെ ഞങ്ങളെക്കാളും അക്ബർ മേലെ വലുത് നീ എന്നെ പടച്ചോനെ. ഞങ്ങളെ പൊന്തൊരുന്നൊരു പൊന്തലല്ല അല്ലാഹുവേ, നീ അതിലും മീതയാണ്. അപ്പോൾ അവിടെ അല്ലാഹു അക്ബർ പറയാം. ഇറക്കം വിടുമ്പോൾ സുബ്ഹാന, അത് താഴ്ചയിലേക്കാ. നിനക്ക് താഴ്ചയില്ല റബ്ബേ, ഞങ്ങൾക്കേ അതുള്ളൂ. എത്ര മനോഹരമാണ് നമ്മുടെ ദിക്റുകളൊക്കെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു റബ്ബേ. എല്ലാ സ്തുതിയും എല്ലാ നന്ദിയും എല്ലാ ശുക്റും റബ്ബേ നിനക്ക് അവകാശപ്പെട്ടതാണ്. ഇതാണ് ദിക്റുകളിൽ ശ്രേഷ്ഠമായൊരു ദിക്ർ. വേറുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഫ്ദലു ദിക്ർ തന്നെയാണ്. അഫ്ദലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ദലു മാ ഖുൽതു വന്നബിയ്യൂന മിൻ ബഅദി മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എൻ്റെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരും അല്ലാഹുവിലേക്ക് അടുക്കാൻ, പടച്ചതമ്പുരാനിലേക്ക് അടുപ്പം കിട്ടാൻ വേണ്ടി ചൊല്ലി പറഞ്ഞു പോന്ന ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അപ്പോൾ അതും ശ്രേഷ്ഠമാണ്. ഇപ്പോൾ പാല് നല്ലതാ, കോഴിമുട്ടി നല്ലതാ, അതും ഒന്ന് മറ്റേ നല്ല അല്ലാതായി പോകുന്നുണ്ടോ? ഇല്ല, അതൊക്കെ നല്ലത് തന്നെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. നന്മയുടെ ഒരുപാട് 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 അവസരങ്ങളെ സ്വഹാബിമാർ നബിയോട് ചോദിച്ചപ്പോഴൊക്കെ ചോദിച്ചത് ശ്രേഷ്ഠമായത് പറഞ്ഞു നബിയെ, ഏറ്റവും നല്ലത് പറഞ്ഞു തരും നബിയെ. അയ്യുൽ അമാലി അഫ്ളലു അബ്ദുല്ലാഹി ഇബ്നു ഹബശിയുൽ ഖത്അമി റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി തങ്ങളോട് ചില ആളുകൾ വന്ന് ചോദിച്ച ഒരു രംഗം പറയുന്നുണ്ട്. നബിയോട് ചോദിച്ചു, അയ്യുൽ അമാലി അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങൾ പറഞ്ഞു തരൂ നബിയെ. ഈമാനുൻ ലാ ശക്ക ഫീ, ഒരു സംശയവുമില്ലാത്ത വിശ്വാസമാണ്. ഒരു യുക്തിവാദിനെ പ്രസംഗം കേട്ടാലോ അത് ഇളകൂല, അങ്ങനത്തെ ഈമാൻ. അതാണ് ഈമാൻ. അതിലിപ്പോൾ ഒരു കാര്യമുണ്ടോ? പോയി, അതല്ല ഈമാൻ. അയ്യുൽ അമാലി അഫ്ളലു ഈമാനുൻ ലാ ശക്ക ഫീ,
ഒരു സംശയവുമില്ലാത്ത ഈമാനാണ്. വജിഹാദുൻ ലാ ഗുലൂല ഫീ, ഒരു വഞ്ചനയോ പിന്തിരിഞ്ഞോട്ടമോ ഇല്ലാത്ത റബ്ബിന് വേണ്ടി ചെയ്യുന്ന ധർമ്മമാണ്. വഹജ്ജത്തുൻ മബ്റൂറാ, അല്ലാഹ് സ്വീകരിക്കുന്ന ഹജ്ജാണ്. ഇത് പറഞ്ഞപ്പോ ഉടനെ ചോദിച്ചു ഫഅയ്യു സ്വലാത്തി അഫ്ളൽ, ഒരുപാട് നിസ്കാരം നബിയെ അങ്ങ് പഠിപ്പിച്ചു തന്നല്ലോ, ഈ നിസ്കാരങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമാകുന്നത് എപ്പോഴാണ്? തൂലുൽ ഖുനൂത്ത്, ദീർഘനേരം നിങ്ങൾ അല്ലാഹുവിനെ ഓർത്ത് ഭവ്യതയോടെ നിസ്കരിക്കുമ്പോഴാണ്. അപ്പൊ ചോദിച്ചു ഫഅയ്യു സ്വദഖത്തി അഫ്ളലു, ശ്രേഷ്ഠമായ ദാനം ഏതാണ്? ജഹദുൽ മുഖില്ലി, വളരെ കുറഞ്ഞ സമ്പാദ്യത്തിൽ നിന്ന് അല്ലാഹുവിന് വേണ്ടി കൊടുക്കുന്ന ദാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദാനം. അപ്പോൾ വലിയൊരു മുതലാളി കൊടുക്കുന്നതിനേക്കാളും കൂലി ഒരു കൂലിപ്പണിക്കാരൻ കൊടുക്കുന്ന സ്വതക്കക്ക് കിട്ടും എന്ന് മനസ്സിലാക്കണം. നല്ല നീയത്തിൽ കൊടുത്താൽ മതി. അപ്പൊ ചോദിച്ചു ഫഅയ്യുൽ ഹിജ്റതി അഫ്ളലു, നബിയേ മക്കയിൽ നിന്ന് മദീനയിലേക്ക് സ്വഹാബിമാർ ഹിജ്റ വന്നവരാണ്, ഞങ്ങൾക്കതിന് അവസരം ഉണ്ടായില്ലല്ലോ നബിയേ, ഇനി എന്തെങ്കിലും ഹിജ്റയുണ്ടോ? ഖാല, ഹിജ്റകളിൽ ശ്രേഷ്ഠമായ ഹിജ്റ മൻ ഹജറ മാ ഹറമല്ലാഹു അസ്സ വജൽ, അല്ലാഹു ഹറാമാണ് എന്ന് പറഞ്ഞതിനെ തൊടാതിരിക്കുന്നവരെ, മയക്കുമരുന്ന്, ലഹരികള്, ഹറാമുകള്, തെറ്റുകള്, അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നവര് ഏറ്റവും വലിയ ഹിജ്റയാണ് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഓരോരുത്തരും ഇങ്ങനെ നന്മയിലാണ് സംഭാഷണം ചെയ്യുന്നത്. ഹബീബിന്റെ മിമ്പറിൽ പുണ്യനബി തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസം ഖുതുബ നടന്നു കഴിഞ്ഞതിന് ശേഷം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിന്റെ അരികത്ത് നിൽക്കുന്നു. മദീന പള്ളിയെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരാ. പുണ്യനബി തങ്ങൾ നിന്ന മിമ്പർ ഇപ്പോഴും ആ സ്ഥാനത്തൊരു മിമ്പറുണ്ട്. അതേ മിമ്പറല്ല, പക്ഷേ ആ സ്ഥാനത്തൊരു മിമ്പറുണ്ട്. അത് ഹബീബായ നബി തങ്ങൾ നിന്ന മിമ്പറാണ്. എത്രയോ ഖുതുബകൾ ഹബീബ് നിർവഹിക്കുമ്പോൾ മിമ്പറ വിറക്കുന്നത് ഞങ്ങൾ കണ്ടു. പുണ്യനബി തങ്ങൾ ഹൗലുൽ മത്ല, ഖിയാമത്തിന്റെ ഭീകരമായ രംഗങ്ങൾ പറയുമ്പോൾ, പുണ്യനബി പ്രസംഗിക്കുമ്പോൾ അവിടുത്തെ സ്റ്റേജ്, അവിടുത്തെ മിമ്പർ, ഹബീബ് നിൽക്കുന്ന സ്ഥലങ്ങൾ വിറക്കുമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം. കുൻതു ഇൻദ മിമ്പരി റസൂലില്ലാഹ്, നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറയുന്നു. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മിമ്പറിന്റെ അരികത്ത് നിൽക്കുമ്പോൾ ഖാല റജുലുൻ, ഒരാൾ വന്ന് പറഞ്ഞു, ഇസ്ലാം ഒരുപാട് പുരോഗതി പ്രാപിച്ചല്ലോ, നമ്മൾ മക്കയിൽ എത്ര അടി കൊണ്ടവരാണ്, നമ്മുടെ കൂടെയുള്ള എത്ര ആളുകൾ അവർ ചുട്ടുകൊന്നു, എത്ര ആളുകൾ അവർ ക്രൂരമായി മർദ്ദിച്ചു, എന്തെല്ലാം 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 പ്രയാസങ്ങൾ നമ്മൾ സഹിച്ചു വന്നു. ഇപ്പൊ നമ്മൾ മദീനയിലിതാ അല്ലാഹു മദീനയെ മദീനത്തുൻ നബി, ഇത് ഹബീബിന്റെ മദീനയാണ്. എന്തൊരു സമാധാനത്തിലാണ് നമ്മൾ. യുദ്ധങ്ങളൊക്കെ വിജയിച്ചു, വൺ ആഫ്റ്റർ അതർ, ഒരു യുദ്ധം കഴിഞ്ഞ് മറ്റൊന്ന്, അതിലും വിജയം, അങ്ങനെ അഡ്വാൻസിങ് ഫ്രം വിക്ടറി ടു വിക്ടറി. എന്തൊരു വലിയ അഭിമാനത്തിലാണ് നമ്മളുള്ളത്. വല്ലാത്ത സമാധാനല്ലേ. ഇനിയിപ്പോൾ നമുക്ക് അധികമൊന്നും പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു സ്വഹാബി പറഞ്ഞു, ലാ ഉബാലി അൻ അമല അമലൻ ബഅദൽ ഇസ്ലാമി ഇല്ലാ അൻ അസ്ഖിയൽ ഹാജ്. ഇനി ഞാൻ ഇസ്ലാമിന് വേണ്ടി കാര്യമായ ഒരു പണിയെടുക്കേണ്ടതുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഹജ്ജിന് വരുന്നവർക്ക് വെള്ളം കൊടുക്കുന്ന പണിയാണ് ഇനിയുള്ളത്, ഞാൻ അതുമാത്രമേ ചെയ്യുകയുള്ളൂ. ഒരാൾ പറഞ്ഞു. അടുത്ത ആൾ പറഞ്ഞു, ലാ ഉബാലി അല്ലാ അഅമല അമലൻ ബഅദൽ ഇസ്ലാം ഇല്ലാ അൻ അഅ്മറൽ മസ്ജിദൽ ഹറാം. ഇനി ഞാൻ മുസ്ലിമായി കഴിഞ്ഞില്ലേ, ഇനി മസ്ജിദുൽ ഹറാം, ഹബീബ അള്ളാഹുവിൻ്റെ മക്കയിലെ മസ്ജിദ്, ആ മസ്ജിദിൻ്റെ ഖിദ്മത്ത് ചെയ്യും, ഞാൻ അതേ ചെയ്യുകയുള്ളൂ. വേറെ ആൾ പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാഹി അഫ്ളലു മിമ്മാ ഖുൽതും, നിങ്ങൾ ഈ പറയുന്നതിനേക്കാളൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹുവിന് വേണ്ടി ജിഹാദ് ചെയ്യലല്ലയോ. അപ്പൊ അവിടെ മൂന്നാളുകൾ മൂന്ന് കാര്യം പറഞ്ഞു, മൂന്നും അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന പണിയാണ് അല്ലേ. അതിനെ സംബന്ധിച്ചാണ് ആ ചർച്ച നടക്കുന്നത്. ഫസജറഹും ഉമറു, ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ച് എഴുന്നേറ്റു. ഒരാൾ പറയും ഞാൻ അതേ ചെയ്യുള്ളൂ, മറ്റൊരാൾ പറയും ഞാൻ ഇതേ ചെയ്യുള്ളൂ, മൂന്നാമത്തെ ആൾ നിങ്ങൾ രണ്ടാളും പറഞ്ഞതിനേക്കാളും ശ്രേഷ്ഠത ജിഹാദിനാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, ലാ തർഫഉ അസ്വാതകും
ഇൻദ മിംബരി റസൂലില്ലാഹ്. നോക്കണേ, ആന്റെ റസൂലിനുള്ള ബഹുമാനം നോക്കണം. നബി തങ്ങൾ ഓതുന്ന, തങ്ങൾ നിൽക്കുമായിരുന്ന മിമ്പറിൻ്റെ അരികത്ത് വെച്ച് നിങ്ങൾ ഒച്ച വെച്ച് സംസാരിക്കല്ലേ. അതൊരു കുടുംബകലഹല്ല അവിടെ നടക്കുന്നത്, അവിടെ ഒരു പ്രശ്നമല്ല നടക്കുന്നത്. ഞങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞൊരു ചെറിയ തർക്കം. ഉമർ തങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ മിമ്പറിൻ്റെ അരികത്ത് വെച്ച് ഒച്ച വെച്ച് സംസാരിക്കല്ലേ. ലാ തർഫഉ അസ്വാതകും ഇൻദ മിമ്പരി റസൂലില്ലാഹ്. അള്ളാഹിന്റെ റസൂലിന്റെ മിമ്പറിൻ്റെ അടുത്ത് വെച്ച് നിങ്ങൾ ഒച്ച വെച്ച് സംസാരിക്കുകയാണോ? ജുമാ നിസ്കാരം കഴിഞ്ഞ് ഹബീബായ നബി തങ്ങൾ വീട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഹബീബിനോട് ഞാൻ ചോദിച്ചിട്ട് മറുപടി പറയാം, അതുകൊണ്ട് നിങ്ങളാരും ഇവിടെ നിന്ന് ഒച്ച വെക്കല്ലേ. ഏതാണ് ശ്രേഷ്ഠം? ഹാജിമാർക്ക് വെള്ളം കൊടുക്കലാണോ, അവിടെ വളണ്ടിയർമാരുടെ പണിയെടുക്കലാണോ, മസ്ജിദുൽ ഹറാമിന് ഖിദ്മത്ത് ചെയ്യലാണോ, ജിഹാദാണോ എന്നൊക്കെ നിങ്ങൾ തർക്കിക്കണ്ട. ഞാൻ ഹബീബായ നബിയോട് ചോദിച്ചു മറുപടി തരാം. ഇവിടെ നിന്ന് ഒച്ച വെക്കരുത്, മിണ്ടാതിരിക്കണം. ആര് പറഞ്ഞു? ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ എല്ലാവരും മിണ്ടാണ്ടിരുന്നു. തങ്ങളോട് ഉമർ റളിയല്ലാഹു, നബിയേ ഇങ്ങനെ പറയുന്നുണ്ട് ഒരാൾ, ഇനി കാര്യമായ പണിയൊന്നും ബാക്കിയില്ലല്ലോ. കൊല്ലത്തിലൊരു ഹജ്ജ് വരുമ്പോൾ അവിടെ ഹജ്ജിന് വരുന്നവർക്ക് വെള്ളം കൊടുക്കണം, അത് ഒരാൾ ചെയ്യാമെന്നും മസ്ജിദുൽ ഹറാം വൃത്തിയാക്കാമെന്ന് മറ്റൊരാളും, അതല്ല ഇതിനേക്കാളൊക്കെ പുണ്യം ജിഹാദാണ്, ഞാൻ അതുമാത്രമേ ചെയ്യൂ എന്ന് വേറൊരാളും പറയുമ്പോൾ ഏതാണ് നബിയെ ശ്രേഷ്ഠമായത് എന്ന ചർച്ചയാണ് നടക്കുന്നത്. മറുപടി വേണം നബിയെ എന്ന് പറഞ്ഞപ്പോൾ പുണ്യ നബി മൗനിയായി നിന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറുപടി കൊടുക്കണം. ആ മറുപടി ഹബീബിൻ്റെ സ്വന്തം ഇഷ്ടമല്ല, അള്ളാഹു നൽകുന്ന വിവരമാണ് പറയേണ്ടത്. വഹി വരണം, അപ്പോഴേ നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റൂ. അതാ വരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം. സൂറത്തു തൗബയിലെ ഒരു ആയത്തുമായിട്ടാണ് വരുന്നത്. അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. أجعلتم سقاية الحاج وعمارة المسجد الحرام كمن آمن بالله واليوم الآخر وجاهد في سبيل الله لا يستوون عند الله വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ഹാജിമാർക്ക് വെള്ളം കൊടുക്കുമെന്ന് പറയുന്നതും മസ്ജിദുൽ ഹറാമിൻ്റെ പരിപാലനം ഹജ്ജ് വേളയിൽ ചെയ്യും എന്ന് പറയുന്നതും കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും അള്ളാഹു പ്രതിഫലം തരണം എന്ന് ആഗ്രഹിച്ച് കോടാനുകോടി മുഅ്മിനീങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെക്കാളൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഒരു കർമ്മം അത് മാത്രമാണ് ശ്രേഷ്ഠമെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഈമാനോടെ തഖ്വയോടെ അള്ളാഹുവിന് ത്യാഗം ചെയ്യുന്നവരില്ലയോ? കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വജാഹദ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ വഴിയിൽ ത്യാഗം ചെയ്യുന്നവരെ. സാധുമാർ, പണ്ഡിതന്മാർ ഇൽമു കൊണ്ട് ജിഹാദ് ചെയ്യുന്നവരാണ്. അതിനർത്ഥം അതാണ്. ജിഹാദ് പറയുമ്പോഴേക്കും ഷൂട്ടിങ്, കൊല്ല, അതല്ല അതിൻ്റെ അർത്ഥം. അത് ഒരു ഭാഗം അത് വരുന്നുണ്ട്, ശരിയാണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ കൊണ്ട് ജിഹാദുണ്ട്. അങ്ങനെയല്ലേ ഖുർആൻ വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ. അത് മക്കിയായ ആയത്താ, മക്കയിൽ ഇറങ്ങിയ ആയത്താ. മക്കയിൽ യുദ്ധത്തിന് അനുമതിയില്ല. പക്ഷെ അള്ളാഹ് ആയത്തിറക്കി എന്തോ ഖുർആൻ കൊണ്ട് യുദ്ധം ചെയ്യണം. അവിടുത്തെ നിയമം എന്താ? ഇങ്ങോട്ടടിച്ചാൽ അടി കൊള്ളുക എന്നല്ല, തിരിച്ചടിക്കാൻ പാടില്ല. അതായിരുന്നു മക്കയിലെ നിയമം. 13 കൊല്ലം. ആ സമയത്തും അള്ളാഹ് പറഞ്ഞു ഖുർആൻ ഉപയോഗിച്ച് ജിഹാദ് ചെയ്യണം. എന്താ അതിനർത്ഥം? ഖുർആൻ പഠിപ്പിക്കണം, ഇൽമ് വേണം, അറിയണം, തൗഹീദ് മനസ്സിലാക്കണം, റിസാലത്തും നുബുവത്തും ആഖിറത്തും മനസ്സിലാക്കണം. അത് പഠിപ്പിക്കലും ഒരു ധർമ്മസമരമാണ്. അതിനു ജിഹാദ് എന്നാ പറയാം. സമ്പത്ത് കൊടുത്തു നല്ല കാര്യങ്ങൾക്ക്, കുട്ടികൾ കെട്ടിക്കാൻ, വിധവകൾക്ക്, രോഗികൾക്ക്, അതും സമ്പത്ത് കൊണ്ടുള്ള ജിഹാദാണ്. പഠിപ്പിച്ചു കൊടുക്കുന്നു. അത് വായ കൊണ്ട് ഇൽമു കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ധർമ്മസമരമാണ്. അള്ളാഹുവിന് വേണ്ടി ഈമാനും തഖ്വയോടും കൂടെ പരലോകത്തിൽ അള്ളാഹു പ്രതിഫലം നൽകുമെന്ന് പ്രതീക്ഷിച്ച് റബ്ബിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന എത്രയോ അമലുകളില്ലേ?
അതെല്ലാം മാറ്റിവെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു പണിയാണ്, ഈ ജോലികളെക്കാളൊക്കെ നിങ്ങളുടെ ഒരു ജോലിയാണ് ഖൈർ എന്ന് എങ്ങനെ നിങ്ങൾ പറയും? ലാ യസ്തഊന ഇൻദല്ലാഹ്, ഇത് അല്ലാഹുവിൻ്റെ അടുത്ത് ഒരുപോലെയല്ല. കൊല്ലത്തിൽ ഒരിക്കൽ ഒരു സേവനം ചെയ്തിട്ട് പിന്നെ മിണ്ടാണ്ടിരിക്കുക, ഒരു പണിയും ചെയ്യാണ്ടിരിക്കുക, അതും കൊല്ലം മുഴുവൻ പണിയെടുക്കുന്നതും ഒരുപോലെയാണോ? അല്ല. അല്ലാഹു തആല പറയാം, ഒരു പണി ഞാൻ ഇതിലേ ചെയ്യുള്ളൂ അങ്ങനെ പറഞ്ഞിരിക്കരുത്. ചെയ്യാൻ പറ്റുന്ന നന്മകൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കണം, അതിൽ ഉപേക്ഷ വരുത്തരുത്. നന്മയുടെ വഴികൾ ഒരുപാടാണ് സ്വഹാബിമാർ ചിന്തിച്ചതും ആലോചിച്ചതും. അല്ലാഹുവേ, ഈ ക്ഷണികമായ ജീവിതം ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹുവേ മുന്നേറണം. അതിനാണ് അല്ലാഹു കഫാറത്ത് പ്രായശ്ചിത്തം തന്നത്. ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തമുണ്ട്. അന്ന് റമദാൻ മാസത്തിൽ നല്ലൊരു റമദാൻ ഫസാദാക്കിയിട്ട് ഒരു സാധു നബി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നില്ലേ, പ്രായശ്ചിത്തം ചോദിച്ചു. ചെയ്തു പോയ തെറ്റിന് കുറ്റം ഇല്ലായ്മ ചെയ്യാൻ ചെയ്യുന്ന പണിയാണ് കഫാറത്ത്. ഫിദിയുണ്ട്, ചെയ്യേണ്ട വാജിബിൽ എന്തെങ്കിലും ഖലൽ വന്നാൽ അത് പരിഹരിക്കാനുള്ളത്. പിന്നെ മടക്കി നിസ്കരിക്കലുണ്ട്, ഈ ആദത്ത് ഖളാ വീട്ടലുണ്ട്. ഇതൊക്കെ എന്തിനാണെന്നറിയോ? നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കാനാണ്. അതിൻ്റെ മസാലകളൊക്കെ ഫിഖഹിൻ്റെ കിതാബുകൾ ഉസ്താദ്മാർ പറഞ്ഞിരുന്നില്ലേ? ഇതൊക്കെ നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കലാണ്, അതൊരാവശ്യമാണ്. യൗവനം ചിലപ്പോൾ വാർദ്ധക്യത്തിലായിരിക്കും വീണ്ടെടുക്കാനുണ്ടാവുക. യാ റബ്ബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ മദീനയിലേക്ക് ഹുറൈസ് ഇബ്നു ഖബീസ റളിയല്ലാഹു അൻഹു എന്ന താബിഈ കടന്നു വരുന്നു. മദീന കാണാനൊരാഗ്രഹം. അങ്ങനെ മഹാനായ താബിഈയായ ഹുറൈസ് ഇബ്നു ഖബീസ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വരുമ്പോൾ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. അല്ലാഹുമ്മ യസ്സിർ ലീ ജലീസൻ സ്വാലിഹാ, അല്ലാഹുവേ ഒരു നല്ല മനുഷ്യനെ എനിക്ക് കാണിച്ചു തരയണമേ. മദീന പള്ളിയിലേക്ക് ചെല്ലുകയാണ്. ഇപ്പം ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോഴേ മനസ്സിലൊന്ന് ആഗ്രഹിക്കുക, പഠിച്ചവനെ ഒരു നല്ല മനുഷ്യനെ, ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് വരും, അപ്പം നമുക്ക് ഭാഷയൊന്നും അറിയില്ലായിരിക്കാം, ആ മനുഷ്യൻ്റെ അടുത്ത് പോയിരുന്ന് ഒന്ന് ദ്വാരക്കണേന്ന് എങ്ങനെ പറഞ്ഞാലും മനസ്സിലാവുമല്ലോ. ഒന്ന് സലാം പറഞ്ഞ് മുസാഫാത്ത് ചെയ്യുക. മുഅ്മിനീങ്ങൾ സലാം പറഞ്ഞ് മുസാഫാത്ത് ചെയ്യുമ്പോഴേ ചെയ്തു പോയി ചെറുദോഷങ്ങൾ ഇങ്ങനെ ഉറ്റി വീഴുന്ന കൈ ഇങ്ങോട്ട് വലിക്കുമ്പോഴേക്കും അങ്ങനെ പ്രത്യേകത ഉണ്ട്. ഈ സലാം പറഞ്ഞ് കൈ കൂടി കൊറോണ കാലത്ത് നിർത്തിയതാ പരിപാടിയൊക്കെ, തുടങ്ങിക്കോളി. കൊറോണ വരുമ്പോൾ ഒക്കെ ചെയ്യും, നോക്കിയിട്ട് കാര്യമില്ല. മുസാഫാത്തിൻ്റെ കൂലി നഷ്ടപ്പെടുത്തണ്ട. കൈ ഇങ്ങനെ പിടിക്കുക. നിങ്ങൾ ഈ ജിമ്മിന് പോകണത് നല്ലോണം ശ്രദ്ധിച്ചോളൂ. ഓല് അറ്റ കമ്പി പിടിച്ചിട്ട് നല്ല പരുക്ക കൈയൊക്കെ ചിലപ്പോൾ ഞെക്കി പിടിച്ചിട്ട് ഉടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉടക്കരുത്, മെല്ലെ പിടിക്കുക. ഓക്കെ, മുസാഫാത്ത് ചെയ്യാന്ന് പറയാം, അതൊരു സ്നേഹപ്രകടനമാണ്. ഇടങ്ങാറാക്കരുത്, കൈയൊന്നും മുറി പോട്ടൊരു കഥ ഉണ്ട്, നേരല്ല. ഹുറൈസ് ഇബ്നു ഖബീസ റളിയല്ലാഹു അൻഹു മൂപ്പര് മഹാനവറുകൾ മദീനത്തേക്ക് വന്നതാണ്. അപ്പോൾ മദീനത്തേക്ക് വരുമ്പോൾ തന്നെ മനസ്സിലൊരു നിയ്യത്ത്, അല്ലാഹുമ്മ യസ്സിർ ലീ ജലീസൻ സ്വാലിഹാ, ഒരു സ്വാലിഹായ മനുഷ്യനെ റബ്ബേ എനിക്ക് ഈ പള്ളിയിൽ വെച്ച് കാണിച്ചു തരയണമേ. ഹബീബായ നബിയുടെ പള്ളിയിലേക്കാണ് വരുന്നത്. ഞാൻ ചെന്ന് നോക്കുമ്പോണ്ട് അവിടെ വല്ലാത്ത മുഖപ്രകാശമുള്ള ഒരു മഹാൻ അവിടെ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, ഇതാരാ? ഇതാണ്, അറിയില്ലേ? ഇല്ലല്ല, എനിക്കറിയില്ല. ഇതാരാ? ഇതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഹബീബിൻ്റെ ഹദീസുകൾ, ആയിരക്കണക്കിന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ്. ഫജലസ്തു ഇലാ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികത്തേക്ക് ഞാൻ ചേർന്ന് നിന്നു. ആഗ്രഹിച്ചതുപോലെ അല്ലാഹ് സാധിപ്പിച്ചു കൊടുത്തതാണ്. എന്നിട്ട് പറഞ്ഞു അബൂ ഹുറൈറ തങ്ങളോട്, അബൂ ഹുറൈറ തങ്ങളെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചു വന്നതാണ്, അയ്യർസുഖനീ ജലീസൻ സ്വാലിഹൻ, ഒരു നല്ല മഹാനെ കാണിച്ചു തരേണമേ. അങ്ങനെ നിങ്ങളെയാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഫഹദ്ദിഥിനി ബിഹദീഥിൻ സമിഅ്തഹു മിൻ റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൽ നിന്ന് നിങ്ങൾ കേട്ട ഒരു ഹദീത്ത് എനിക്ക് പറഞ്ഞു തരേണമേ. ലഅല്ലല്ലാഹു അൻയൻഫഅനി ബിഹി, അല്ലാഹു അതുകൊണ്ട് എനിക്ക് ഉപകാരം ചെയ്തേക്കും. ഫഖാല അബൂ ഹുറൈറ തങ്ങൾ ഹദീസ് പറയാണ്, സമിഅ്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കി, മദീന പള്ളിയാണ്, തങ്ങൾ ഇപ്പുറത്ത് കിടക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ തങ്ങൾ ഹദീസ് പറയാ, ഈ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റ് മദീന പള്ളിയിലൊക്കെ ഈ വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖല, നബിയേ അങ്ങയെ അള്ളാഹു കൈവടിയുകയോ അങ്ങയോട് പിണങ്ങിയിട്ടോ ഇല്ലല്ലോ നബിയെ എന്ന് പറയുമ്പോൾ ഇമാമത് ഓതുമ്പോൾ ഹബീബ് റൗളയിൽ കിടക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന് ജീവുണ്ടല്ലോ.
ഖബറിൽ അള്ളാഹു ഹബീബിന് ജീവൻ കൊടുത്തിട്ടുണ്ട് സ്വല്ലല്ലാഹു. എല്ലാ അമ്പിയാക്കന്മാരും അങ്ങനെയാണ്. ഹബീബ് നമ്മുടെ സ്വലാത്ത് കേൾക്കണില്ലേ? ഹബീബിനോട് ഇവിടുന്ന് സലാം പറഞ്ഞാൽ കേൾക്കൂലേ? കേൾക്കും. ചിലരിപ്പോൾ എന്താ മനസ്സിലാക്കിയെന്നറിയോ? ജീവിച്ചിരിക്കുന്ന കാലത്ത് നബീൻ്റെ അടുത്ത് പോയി യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ കേൾക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കേൾക്കാൻ സാധ്യതയില്ല. എന്നിട്ട് അതിനെപ്പറ്റി ഭയങ്കര മീറ്റിങ്. ആശയം എന്താ? ജീവിച്ചിരിക്കുമ്പോൾ നബിയോട് പറഞ്ഞിട്ടേ നബി തങ്ങളുടെ അടുത്ത് ചെന്നിട്ടേ കാര്യമുള്ളൂ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയില്ലേ, കഴിഞ്ഞില്ലേ എന്ന്. ഈമാനിൻ്റെ ഏറ്റവും വലിയ ഡേഞ്ചർ, ഭയങ്കരമായ ഡേഞ്ചറാണ് ആ വിശ്വാസം. അത് ഇവർക്ക് അറിയില്ല, സാധുക്കൾക്ക് അറിയില്ല. അവർ തൗഹീദ് പഠിപ്പിക്കുകയാണ്, അപ്പോൾ അറിയുന്നില്ല. ഹബീബായ നബി തങ്ങൾക്ക് ഇവിടെ പുത്തനങ്ങാടിയിലെ ഈ മൈതാനത്ത് നിന്ന് സ്വലാത്ത് ചൊല്ലിയാലും ഹബീബ് അത് കേൾക്കും. ഹബീബിനെ ചൊല്ലി അമ്മ കൂലിട്ടെന്ന് മാത്രമല്ല, ഹബീബ് അത് കേൾക്കുന്നു. മാത്രമോ ഹബീബ് അതിന് മറുപടി പറയും. അപ്പം എന്താ, ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ കേൾക്കുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇവരെ എങ്ങനെ സലാം പറയാം? അസ്സലാമു അലൈക അയ്യുഹൻ നബി. അത്തഹിയ്യാത്തിൽ സലാം പറയണ്ടേ? ഇങ്ങനെയൊക്കെയാണ് വാദങ്ങൾ. നബി തങ്ങളോട് അങ്ങനെ പറയുകയാണെങ്കിൽ, ശിക്കായത്ത് പറയുകയാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞാൽ ഓക്കെ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കേൾക്കൂലല്ലോ, പറഞ്ഞിട്ട് എന്താ കാര്യം? സ്വലാത്ത് ചൊല്ലേ കേൾക്കൂ. യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോൾ ഹബീബ് കേൾക്കൂലേ? ഹബീബിനെ വിളിക്കല്ലേ? അത് പുണ്യ നബിക്ക് അള്ളാഹു കൊടുത്ത മഖാമ് മനസ്സിലാക്കണം. നബി തങ്ങൾ അള്ളാഹിൻ്റെ സ്ഥാനത്താക്കി എന്നല്ല അതിനർത്ഥം. ഹബീബ് അള്ളാഹുവിൻ്റെ അബ്ദുല്ലാഹി വ റസൂലുഹു. അതോ അതിൽ മുഅ്മിനീങ്ങൾക്ക് ഏകാഭിപ്രായമല്ലാതെ മറുത്തൊരഭിപ്രായമില്ല. പക്ഷേ വഇന്നലഹു ഹയാതൻ ബർസഖിയ്യ, ഹബീബിന് ഖബറിൽ ഒരു ബർസഖിയ്യായ പ്രത്യേക ജീവിതമാണ് അള്ളാഹു കൊടുത്തത്. അത് മുഅ്മിനീങ്ങൾ എവിടെ നിന്ന് ഹബീബിൻ്റെ പേര് വിളിച്ച് സലാം പറഞ്ഞാലും ഹബീബ് അത് കേൾക്കും. ആളുടെ പേരും അഡ്രസ്സും ഹബീബിന് അറിയാം. ഹബീബ് നബി തങ്ങൾ അതിന് മറുപടിയും പറയും. എത്ര ഹദീസുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെ ഒരു അർത്ഥം വെക്കുക? ജീവിച്ചിരിക്കുമ്പോൾ കഴിഞ്ഞാൽ പിന്നെ തീർന്നു, പിന്നെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി പറയുന്നത് ഞാൻ കേട്ടു. ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമഹ മിൻ അമലിഹി സ്വലാത്തുഹു. ഒരു മനുഷ്യൻ മരിച്ചുപോയി, ഖിയാമത്ത് നാളിൽ വിചാരണയ്ക്ക് വേണ്ടി അള്ളാഹു വിസ്തരിച്ചാൽ അള്ളാഹു ആദ്യമായി വിചാരണ ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ അമല് സ്വലാത്തുഹു, അവരുടെ ഫർള് നിസ്കാരമാണ്. ഫഇൻ സ്വലഹത്, ആ നിസ്കാരം മുഴുവനും കൃത്യമാണ്, ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ലെങ്കിൽ ഖദ് അഫ്ലഹ വ അൻജഹ, അവർ വിജയിച്ചു, അവർ രക്ഷപ്പെട്ടു. വഇൻ ഖാബത് ഫഖദ് ഖാബ വ ഖസിറ, നിസ്കാരം ഉഴപ്പിയതാണ്, സുബ്ഹില്ല, നിസ്കാരം ഖദാ ആണ്, വേണ്ട പോലെ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ, നിസ്സാരമായ കാരണം പറഞ്ഞ് നിസ്കാരം ഒഴിവാക്കിയവരാണെങ്കിൽ ഖാബ വ ഖസിർ, അവർ പരാജയപ്പെട്ടു, നഷ്ടപ്പെട്ടു. ഫഇദൻ തഖസ മിൻ ഫരീളതിഹി ഷൈഉൻ, ഇനി ഫർള് നിസ്കാരം നിർവഹിച്ചെങ്കിൽ തന്നെയും അതിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, അത്തഹിയ്യാത്ത് ഓതിയപ്പം ബോധമില്ലായിരുന്നു, അങ്ങനെ ചൊല്ലി പഠിച്ചത് അങ്ങനെ ഓതിപ്പോയതാ. അള്ളാഹുവിൻ്റെ മുമ്പിലാണ് പടിഞ്ഞിരിക്കുന്നത്, റബ്ബിൻ്റെ ഹദറത്തിലാണ് മുട്ടുമടക്കിയിരിക്കുന്നത്. നമ്മുടെ ആരംഭിൽ അങ്ങനെ ഇരിക്കുക, ഏറ്റവും ബഹുമാനിക്കുന്ന ആളത് അങ്ങനെ ഇരിക്കുള്ളൂ. റബ്ബിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് പറയുന്നത് അത്തഹിയ്യാത്തു ലില്ലാഹി വസ്സലവാത്തു വത്വയ്യിബാത്ത്. വീബാ നബിയുടെ മുനാജാത്തിൻ്റെ വാക്കുകൾ പല റിവായത്തുകൾ വന്നിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാ തിരുമുൽ കാഴ്ചകളും നിനക്കാണ് റബ്ബേ. ഇത് പറയുമ്പോഴൊന്നും കൽബിലൊന്നും ഒരു ഓർമ്മയില്ല, ഇങ്ങനെ റോട്ടിൽ കൂടെ പോണത് കണ്ടിട്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ എന്തോ ചിന്തയിൽ എൻ്റെ വിസ അടിക്കോ, പേപ്പർ കിട്ടുമോ, ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സാകുമോ, ഇങ്ങനെ എന്തൊക്കെയോ ചിന്തയിലാണ്. അല്ലാഹു പറയും, എൻ്റെ അബ്ദിന് ഹല്ലി അബ്ദീ മിൻ തതവ്വുഇൻ, സുന്നത്ത് വല്ലതും നിസ്കരിച്ചിട്ടുണ്ടോ നോക്കി മലക്കുകളെ. അള്ളാഹ്ക്ക് അറിയാം, പക്ഷെ അള്ളാഹു മലക്കോട് പറയും സുന്നത്ത് നിസ്കാരം ഉണ്ടോ നോക്കി. ആ ഉണ്ട്, എന്നാൽ പിന്നെ അതുകൊണ്ട് ഫർളൊക്കെ ജബ്ര ചെയ്ത് പോട്ടെ, സാരമില്ല, സുന്നത്ത് കൊണ്ട് ഓട്ടയടച്ചു വിടും. സുന്നത്തില്ലെങ്കിൽ കഥ ആലോചിച്ച് നോക്കി നിങ്ങൾ. ഫർള് തന്നെ ഓട്ടയാണ്, നടക്കണമെങ്കിൽ സുന്നത്ത് വേണം, സുന്നത്തുമില്ല. അങ്ങനെ പോയാൽ നാളത്തെ വിഷയം ഗൗരവമാണ്. ഖാബ വ ഖസർ. ഫയുക്മിലു ബിഹാ മൻ തഖസ മിനൽ ഫരീള, ഫർളിൽ നഷ്ടമായത് സുന്നത്ത് കൊണ്ട് അല്ലാഹു പരിഹരിക്കും. സുമ്മ യകൂനു സായിറു അമലിഹി അലാ ദാലിക്, നോമ്പ് അള്ളെടുക്കും. നോമ്പിൽ പല വിഷയം, നോമ്പ് ഒരിട്ട് പിന്നെ വേണ്ടാത്തതാ കണ്ടത് പല്ലവിക്കും.
എന്തെങ്കിലും ഒരു തിങ്കളാഴ്ച വ്യാഴാഴ്ച സുന്നത്ത് നോമ്പുണ്ടോ, അയ്യാമുൽ ബീദിൻ്റെ നോമ്പുണ്ടോ, എന്തെങ്കിലും സുന്നത്ത് നോമ്പുണ്ടോ നോക്കി ഉണ്ടോ? എന്നാൽ പിന്നെ റമളാൻ നോമ്പിൻ്റെ ഓട്ടൊക്കെ ഇതുകൊണ്ടാണ് അടച്ചു തീർക്കുക എന്നാ സുന്നത്ത് നോമ്പ്. അപ്പോൾ അതുമില്ല. റമളാനിൽ ഇങ്ങനെ പട്ടിണി കിടന്ന് നോമ്പിറക്കാൻ നടക്കലായിരുന്നു പ്രധാന പരിപാടി. അള്ളാഹുവിനെ കുറിച്ച് ഒരു ഇബാദത്തിലേക്കും നോമ്പ് കൊണ്ട് ഒരു ചിന്തയും കിട്ടിയിട്ടില്ല. അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആവരുത്. നോമ്പുൽക്കണേ. ഫളയ്യഖൂ മജാരിഹി ബിൽ ജൂഅ്. നോമ്പെടുത്താൽ വികാര ചിന്തകൾക്ക് വരെ, ലൈംഗിക ചിന്തകൾക്ക് വരെ ശമനം കിട്ടുന്ന നോമ്പെടുത്താൽ. അതെപ്പോൾ ഈ പള്ളർച്ച് തിന്നാലോ കുടിച്ചല്ല ഈ പറഞ്ഞത്. ഓല് പറയും ഒരു മാറ്റം എനിക്കില്ലല്ലോ. എങ്ങനെ ഉണ്ടാവാനാ? മൂക്കറ്റം തന്ന് വൈകുന്നേരം മുതൽ ദഹിക്കാനുള്ള സമയമായിട്ടുള്ളൂ. ഇതൊക്കെ നോമ്പാ? നോമ്പെന്ന് പറയുന്ന കുറഞ്ഞ മിനിമം ഭക്ഷണം എടുത്തിട്ട് അള്ളാഹുവിന് വേണ്ടി വിശപ്പ് സഹിച്ച് കഴിയാന്നാ. വിശപ്പ് അനുഭവിക്കണം. നമ്മളെന്താ നല്ല പാലക്കാടൻ മട്ടക്കനെ വഴത്തിൽ കുഴച്ചിട്ട് ഒരു ലാസ്റ്റ് 2 ഉരുള വാങ്ങിൻ്റെ മുമ്പ് എന്താ കനത്ത് കിടക്കട്ടെ, ബാക്കി ഔലിൻ്റെ വെള്ളം. യാ അല്ലാഹ്. വിശക്കാതിരിക്കാനുള്ള സർവ്വ പണിയും ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ നോമ്പിലേക്ക് കിടക്കുന്നത്. വിശന്നുകൊണ്ട് പിശാച്ചിൻ്റെ വഴികളെ നിങ്ങൾ സങ്കുചിതമാക്കണം എന്നാണ് നബി നിങ്ങൾ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നോമ്പിന് കുറച്ച് വിശന്നോട്ടെ, സാരമില്ല. പിന്നെ അധ്വാനിക്കാൻ കൂലിപ്പണിക്കാൻ ഒരു പിന്നെ കഴിച്ചു പോയിക്കോട്ടെ. അല്ലാതെ കാര്യമായ പണിയൊന്നുമില്ല. ഒരു വിശപ്പില്ലാണ്ട് ജീവിക്കുകയാണെങ്കിൽ വേണ്ടാത്ത ചിന്തകളും കൽബിലേക്ക് വന്നു കഴിഞ്ഞാൽ നോമ്പ് കൊണ്ടുവന്നതുകൊണ്ട് ശമനം കിട്ടൂല. എന്തുകൊണ്ട് കിട്ടൂല? വിശക്കുന്ന നോമ്പിനെ ആ ക്വാളിറ്റി ഉള്ളൂ. നബി തങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് വിശക്കണം എന്നാണ്. നോമ്പ് വിശക്കണം. ഇപ്പം തന്നെ ഔലൊക്കെ കുത്തി വെച്ചിട്ടുണ്ടാവില്ലേ? വാപ്പാക്ക് ഔലില്ലാണ്ട് നോമ്പ് ശരിയാവില്ല. ഔലൊക്കെ കുത്തിപ്പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. നല്ല കനത്തിൽ കിടക്കട്ടെ. ഒരു പാട്ടയിൽ കുറച്ച് പാലും ചേർത്തിട്ട് ചായയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങോട്ട് ദമ്മിൽ കിടന്നിട്ട് നല്ല റാഹത്ത് നോമ്പുറക്കാൻ എത്ര നേരം വൈകിയാലും കുഴപ്പമില്ല. ഇത് വിശക്കണ്ടേ? അപ്പം അങ്ങനെ ആവരുത്. ഈ കൊല്ലത്തെ നോമ്പെങ്കിലും ഒന്ന് വിശന്നിട്ട് നോമ്പ് നോറ്റിട്ട് നോക്കി എങ്ങനെയുണ്ട് എന്ന്. അതിന് വല്ലാത്ത രസമാണ്. ആ വിശപ്പിനാണ് നോമ്പിൻ്റെ മധുരം തരാൻ കഴിയുള്ളൂ. വിശക്കണം. അത്താഴം കഴിക്കണേ. അത് സുന്നത്ത്. തസഹറു ഫഇന്ന ഫി സഹൂരി ബറക. സുഹൂറിൽ അത്താഴത്തിൽ ബറക്കത്തുണ്ട്. അതൊക്കെ പറഞ്ഞാലും കുറേ തിന്നണം എന്നല്ല അതിൻ്റെ അർത്ഥം കേട്ടോ. വേറൊരു കാര്യം പറയണ്ടേ, നേരല്ല. നിങ്ങൾ പറഞ്ഞ സമയമായി തുടങ്ങിയ റബ്ബേ 2 മിനിറ്റുള്ളൂ. ഇമാം തുർമിദി റളിയല്ലാഹുവിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചതാണ്. അതുകൊണ്ട് നമ്മുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജബ്ർ ചെയ്യുന്നത്, പരിഹരിക്കുന്നത് സുന്നത്തിലൂടെയാണ്. അതുകൊണ്ട് സുന്നത്തായ അമലുകൾ വേണം. സക്കാത്തിൽ കുഴപ്പമുണ്ടോ? സ്വതക്ക ചെയ്തിട്ടുണ്ടോ എന്നാണ് പഠിച്ചവൻ ചോദിക്കുക. ഹജ്ജിൽ കുഴപ്പമുണ്ട്, സുന്നത്തായ ഹജ്ജുണ്ടോ ഉംറണ്ടോ എന്ന് നോക്കുക. അതുകൊണ്ട് അതൊക്കെ പരിഹരിച്ചു പോവുക. അതുകൊണ്ട് ഫർളുകളെ പരിഹരിക്കുന്നത് സുന്നത്ത് കൊണ്ടാണ്. നമസ്കാരം കഴിഞ്ഞാൽ സലാം വിട്ട് ഉടനെ എഴുന്നേറ്റ് ഓടാൻ നിൽക്കണ്ട. അവിടെ ഇരുന്നിട്ട് കുറച്ച് ദിക്റും കുറച്ച് അദ്കാറുകളൊക്കെ ചൊല്ലുക. പൊന്നാര നബിയെ, അൻസ്വാരികൾ മുഴുവനും കൂലി കൊണ്ടുപോയി നബിയെ. അവർ ഖുർആൻ ഓതുന്നു, ഞങ്ങളും ഓതുന്നു. അവർ നിസ്കരിക്കുന്നു, ഞങ്ങളും നിസ്കരിക്കുന്നു. പൊന്നാര നബി, അൻസ്വാരികൾ മദീനക്കാർ മുതലാളിമാരല്ലേ? അവരുടെ കയ്യിൽ പൈസയുണ്ട്. വയതസദ്ദഖൂന, അവർ പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കുന്നുണ്ട് നബിയെ. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പൈസ ഇല്ലല്ലോ. വയുഅ്തിഖൂൻ, അവരടിമകളെ മോചിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പൈസ ഇല്ലല്ലോ നബിയെ, ഞങ്ങൾ മുഹാജിറുകൾ. അതുകൊണ്ട് നബിയെ, നാളെ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ പോകുന്നത് മുതലാളിമാരാണല്ലോ. അൻസ്വാരികളുടെ പരാതിയാണത് നബി തങ്ങളോട്. തങ്ങൾ പറഞ്ഞു, അൻസ്വാരികളെ, അതിന് പരിഹാരം ഞാൻ പറഞ്ഞു തരാം. തുസബ്ബിഹൂനല്ലാഹ ദുബ്റ കുല്ലി സ്വലാത്തിൻ, എല്ലാ ഫർള് നിസ്കാരം കഴിഞ്ഞാലും നിങ്ങൾ 33 സുബ്ഹാനല്ലാഹയും 33 അൽഹംദുലില്ലയും 33 അല്ലാഹു അക്ബറും ചൊല്ലണം. അത് നിങ്ങൾക്ക് നാളെ അവരോടൊപ്പം മുന്നിലെത്താൻ കഴിയും. പിന്നെ നിങ്ങൾ ചെയ്തതുപോലെ ചെയ്തവരെ നിങ്ങളുടെ കൂടെ എത്തൂ. അല്ലാത്തവർക്കൊന്നും അത് എത്തിപ്പിടിക്കാൻ കഴിയാത്ത വലിയ പ്രതിഫലമുള്ള അമലാണ്. നിസ്കാരം കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹയും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും 33 തവണ ചൊല്ലുന്നത്. അപ്പോൾ ഇത് അൻസ്വാരികൾ കേട്ടു. അപ്പോൾ അവർ സ്വതക്കും അടിമമോചനം പുറമെ ഈ ദിക്റും ചൊല്ലാൻ തുടങ്ങി. പൊന്നാര നബിയെ, ഇപ്പോൾ ഓലെന്നെ മുന്നിൽ നബിയെ, ഈ പറഞ്ഞ ഓല് കേട്ടു നബിയെ, അവരും ചെയ്യുന്നു ഇത്. പിന്നെ ഇപ്പം എന്താ കാര്യം? ഇത് അല്ലാഹു നൽകുന്ന ഔദാര്യമാണ്. ഒന്നും ചെയ്യാൻ പറ്റൂല. നല്ല അമല് ചെയ്യാൻ അവർക്ക് മുന്നോട്ട് വന്നാൽ പിന്നെ ചെയ്യണ്ടെന്ന് പറയാൻ പറ്റുമോ? അതിന് അവർക്കൊരു തൗഫീഖ് കിട്ടി, അതുകൊണ്ട് അവർ ചെയ്യുന്നു. അത് സാരല്ല കേട്ടോ. അത് അല്ലാഹു നൽകുന്നൊരു ഔദാര്യമാണ്. നിങ്ങൾ നഷ്ടപ്പെടുത്തണ്ട. നിങ്ങൾക്ക് തങ്ങൾ പറഞ്ഞു, കുല്ലു തസ്ബീഹത്തിൻ സ്വദഖ, സുബ്ഹാനല്ലാഹ് സ്വദഖയാണ്. വ തഹ്മീദത്തിൻ സ്വദഖ, അൽഹംദുലില്ലയും സ്വദഖയാണ്. വ തക്ബീറത്തിൻ സ്വദഖ, എല്ലാ അല്ലാഹു അക്ബറും സ്വദഖയാണ്. വ ഇമാതത്തുൽ അദാ അനി ത്വരീഖി സ്വദഖ, വഴിയിൽ നിന്നൊരു തടസ്സം എടുത്തു മാറ്റുന്നതും സ്വദഖയാണ്. നിങ്ങൾ മറ്റുള്ളവരെ കാണുമ്പോൾ പുഞ്ചിരിച്ച് മുഖം കാണിച്ച് സംസാരിക്കുന്നതും സ്വദഖയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തുകൂടെ എന്ന് പറയും.
അതൊക്കെ അൻസാരികളും ചെയ്യാൻ തുടങ്ങി. പറഞ്ഞു നബി തങ്ങൾ, അത് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലേ, അത് അള്ളാഹു അവർക്ക് തൗഫീഖ് കൊടുത്ത് അവർ അതും എല്ലാം ചെയ്യാൻ മുന്നോട്ട് വരുന്നു. ദാലിക ഫളലുല്ലാഹ്. അള്ളാഹു ഇങ്ങനെ ഇബാദത്തിനിറങ്ങി അള്ളാഹുവിൻ്റെ ഫളലും ഔദാര്യവും ലഭിക്കാൻ അള്ളാഹു തൗഫീഖ്